നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ഭവനത്തിലും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നാമങ്ങളാണ് ശ്രീ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. ഈ സഹസ്രനാമം ചൊല്ലുന്ന വീടുകളിൽ നിന്നും നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും പോസിറ്റീവ് എനർജി വരികയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അനുഭവ സാക്ഷ്യവുമുണ്ട്. ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന വീടുകളിൽ ഗൃഹാന്തരീക്ഷം വളരെ പോസിറ്റീവ് ആവുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ച കുറഞ്ഞ് അടുപ്പം വർദ്ധിക്കുകയും സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ധനസമൃദ്ധി, ധാന്യസമൃദ്ധി എന്നിവ ഉണ്ടാകുകയും ദാരിദ്ര്യം നിന്നു പോവുകയും ചെയ്യുന്നുവെന്നും പറയപ്പെടുന്നു. കരിയർ വളർച്ച, ഉദ്യോഗ പുരോഗതി, സന്താന ലാഭം, ധനലാഭം, ആത്മസംതൃപ്തി എന്നിവയുണ്ടാവാൻ ലളിതാ സഹസ്രനാമം പതിവായി ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ദൈവികമായിട്ടുള്ള നേട്ടം, ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കുകയും മഹാത്രിപുര സുന്ദരി നമ്മുടെ എല്ലാം ഉള്ളിൽ വന്ന് വസിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ദൈവീ പ്രഭാവം നമ്മുടെ മുഖത്ത് സൗന്ദര്യമായി അല്ലെങ്കിൽ ഐശ്വര്യമായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞുങ്ങൾ തമ്മിലും ഉള്ള വഴക്കുകൾ ഇല്ലാതാവുകയും കുടുംബാന്തരീക്ഷം വളരെയധികം പോസിറ്റീവായി മാറുമെന്നതാണ് ഗൃഹത്തിൽ വെച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളിത് ചൊല്ലേണ്ടത്? എല്ലാ ദിവസവും ദീപം തെളിയിച്ച ശേഷം, അതായത് നിലവിളക്ക് തെളിയിച്ച ശേഷം കിഴക്കോട്ട് നോക്കിയിരുന്ന രാവിലെയും പടിഞ്ഞോട്ട് നോക്കിയിരുന്ന വൈകുന്നേരവും വടക്കോട്ട് നോക്കിയിരുന്നും ചൊല്ലാവുന്നതാണ്. നമ്മൾ മനസ്സർപ്പിച്ച് ദേവിയെ ശ്രീ മാതാ എന്ന് വിളിച്ച് കൊണ്ട് വേണം നമ്മൾ ഈ ജപം ആരംഭിക്കാൻ. തുടർന്ന് ദേവി സഹസ്രനാമം ചൊല്ലി സമർപ്പിക്കാം. ഇത് ചൊല്ലാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ ഇത് ചൊല്ലാനായി അറിയാത്തവർ ദേവി സഹസ്രനാമം പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് നെയ്ത്തിരി അല്ലെങ്കിൽ നിലവിളക്ക് കത്തിച്ച് ദേവിയെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഫുൾ ടൈം അവിടെ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് കേൾക്കുന്നതോടൊപ്പം ഓം ശ്രീ മഹാരാജ്ഞി എന്ന് മനസ്സിൽ ചൊല്ലുകയും വേണം. ദിവസവും ചൊല്ലാൻ സാധിക്കാത്തവർ ചൊവ്വ, വെള്ളി, പൗർണമി, പഞ്ചമി ദിവസങ്ങൾ അഥവാ മറ്റു വിശേഷ ദിവസങ്ങൾ, ദീപാവലി അങ്ങനെയുള്ള ദിവസങ്ങളിലും ചൊല്ലാവുന്നതാണ്. ദിവസവും ചൊല്ലുന്നതും വെള്ളി, ചൊവ്വ ചൊല്ലുന്നതും പ്രയോജനം തന്നെയാണ്.